إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ യഥോചിതം മുറുകെ പിടിച്ചുകൊണ്ട് അവനനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയൊരു ജീവിതം ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1960 അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു കാലാവസ്ഥ പ്രവചനത്തിൽ അഗ്രഗണ്യനായിരുന്ന, ഗണിതശാസ്ത്രവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് എഡ്വാർഡ് ലോറൻസ് എന്നായിരുന്നു. അദ്ദേഹം തൻ്റെ ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോവാണ്. കാലാവസ്ഥയിൽ അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പറ്റി അദ്ദേഹം നന്നായി പഠിക്കുകയാണ്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കാലാവസ്ഥയിലെ ഈർപ്പവും കാറ്റിൻ്റെ ദിശയും അന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലാവസ്ഥയുടെ ട്രെൻഡും എല്ലാം വിശകലനം ചെയ്തുകൊണ്ട് അന്ന് അവർക്ക് നിലവിൽ ലഭ്യമായിരുന്ന കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചില പഠനങ്ങൾ നടത്തുകയാണ്. അദ്ദേഹം ചില ഡാറ്റകൾ ആ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്ത്, കമ്പ്യൂട്ടറിൻ്റെ ഒരു തുടക്കകാലമാണ്, അപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമായ ഡാറ്റകൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗവേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം യാദൃശ്ചികമായിക്കൊണ്ട് അദ്ദേഹം കൊടുത്ത ഡാറ്റയ്ക്ക് അനുസരിച്ചുള്ള റിസൾട്ട് അല്ല പുറത്തു വന്നത്. നീണ്ട വിശദമായ അദ്ദേഹത്തിൻ്റെ ഇൻപുട്ടുകൾ കൊടുത്തതുപോലെയല്ല അതിൻ്റെ ഇമ്പാക്റ്റ് പുറത്തേക്ക് വരുന്നത് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ കാരണത്തെ തേടിപ്പോയി. അദ്ദേഹം കൊടുത്ത ഡാറ്റയിൽ എവിടെയോ ചില മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ആ ഉണ്ടായ റിസൾട്ട് മൊത്തത്തിൽ മാറ്റം വന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം അതിൽ അവലോകനം ചെയ്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നുകൂടി ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ശേഷം അദ്ദേഹം വീണ്ടും ശ്രമിച്ചു. അദ്ദേഹം കൊടുത്ത ആ ഡാറ്റ അതേപോലെ തന്നെ വീണ്ടും ആവർത്തിച്ച് കൊടുത്തു നോക്കി. എപ്പോഴൊക്കെ അദ്ദേഹം ചെറിയ ചില തെറ്റുകൾ അതിൽ വരുത്തുന്നുവോ അപ്പോഴൊക്കെ പുറത്തു വരുന്ന അതിൻ്റെ ഫലം എന്നത് അത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകളായിരുന്നു അതിൽ വന്നുകൊണ്ടിരുന്നത്.
ഈ ഒരു ചിന്ത അദ്ദേഹം കൂടുതൽ വ്യാപ്തിയിൽ ആലോചിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തിയറി അവിടെ പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് വന്ന സയൻസ് ജേർണലുകളിൽ അദ്ദേഹം ഒരു തിയറി അദ്ദേഹം സ്വന്തമായിട്ട് ആലോചിച്ചുണ്ടാക്കിയ ഒരു തിയറി അദ്ദേഹം പുറത്തുവിടാണ്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നാണ് അദ്ദേഹത്തിന് അതിന് പേര് കൊടുത്തത്. ചിത്രശലഭത്തിന്റെ ഒരു പ്രതിഭാസം. അദ്ദേഹം പറഞ്ഞു വെച്ചത് പ്രകാരം ബ്രസീലിൽ ഒരു ചിത്രശലഭം അതിന്റെ ചിറകിട്ടടിച്ചു കഴിഞ്ഞാൽ ആ ചിത്രശലഭത്തിന്റെ ചിറകടിച്ച എഫക്റ്റ് കാരണം അമേരിക്കയിലെ ടെക്സാസിൽ ഒരു കൊടുങ്കാറ്റുണ്ടാവാൻ അത് കാരണമാകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന പിന്നീട് ലോക ചരിത്രത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള ചർച്ചയായി. ഒരുപാട് ആളുകൾ, പല ശാസ്ത്രജ്ഞന്മാർ ആ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒറ്റവാക്ക് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ചിത്രശലഭം ചിറകടിക്കുമ്പോഴേക്കും, അതും ബ്രസീലിലുള്ള ചിത്രശലഭം ചിറകടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ എങ്ങനെയാണ് കൊടുങ്കാറ്റ് ഉണ്ടാവുക എന്നതെല്ലാം പല രൂപത്തിലുള്ള തിയറികൾക്കും വിധേയമായി. അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ഒരു ചുരുക്കം, നമ്മൾ ചെയ്യുന്ന എന്ത് ചെറിയ പ്രവർത്തനങ്ങളാവട്ടെ, എത്ര നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാവട്ടെ, അതിന് പിന്നീട് ഉണ്ടായേക്കാവുന്ന ഒരുപക്ഷെ നമ്മൾ പോലും ഇല്ലാത്ത സമയത്ത് ഉണ്ടാവുന്ന അതിന്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ ഫലം എന്നത് അത് ഭീകരമായിരിക്കും, വലിയ രൂപത്തിലുള്ള ഇമ്പാക്റ്റുകളായിരിക്കും എന്നതായിരുന്നു. ഞാൻ ഈ ഒരു ആമുഖത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചത് ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോകാനല്ല, മറിച്ച് ഇത്തരം സിദ്ധാന്തങ്ങൾ നമ്മൾ ദീനുമായി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് വലിയ ചർച്ചകൾ മതപരമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അറിയിച്ചോക്കൂ, ചെറിയ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വലിയ രൂപത്തിലുള്ള വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നത് ദീനുൽ ഇസ്ലാം ഏതോ കാലത്ത് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. പല പുണ്യപ്രവർത്തനങ്ങളെ പറ്റിയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ കാര്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ചെറുതാവട്ടെ, നിസ്സാരമാവട്ടെ, അത് തുടർച്ചയായി ചെയ്യൂ, എങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം, കണക്കറ്റ പ്രതിഫലം, കണക്കില്ലാത്ത പ്രതിഫലം നിങ്ങൾക്ക് നാളെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ഇത്തരം ചിന്തകൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ വലിയ രൂപത്തിലുള്ള തുറവികൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ മിമ്പറിലേക്ക് കയറിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വഹാബിമാരോട് എല്ലാവരും വിളിച്ചുകൊണ്ട് റസൂൽ പറയാണ്, ഒരു ഉപമയാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശേഷം റസൂൽ പറയാണ്, തൗറാത്ത് നൽകപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹത്തിന് അള്ളാഹു രാവിലെ മുതൽ ഉച്ച വരെ സമയം അവർക്ക് കൊടുത്തു. ആ സമയം കൊണ്ട് നിങ്ങൾ നന്മകൾ ചെയ്യൂ, ഈ തൗറാത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അമലുകൾ ചെയ്യൂ എന്ന് അള്ളാഹു അവരോട് കൽപ്പിക്കുകയാണ്. ശേഷം അള്ളാഹു പറയുന്നുണ്ട്, അങ്ങനെ ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഒരു ഖീറാത്ത് പ്രതിഫലം അതിന് പകരമായി നൽകും എന്നുള്ളതാണ്. ശേഷം ഇഞ്ചീലിന്റെ ആളുകളെ വിളിച്ചു. ഇഞ്ചീലിന്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഉച്ച മുതൽ വൈകുന്നേരം അസർ സമയം വരെയുള്ള ആ ഒരു സമയം നിങ്ങൾ ഈ ഇഞ്ചീൽ പ്രകാരം നിങ്ങൾ കുറെ നന്മകൾ ചെയ്യൂ, അമലുകൾ ചെയ്യൂ, ഇതിനനുസരിച്ചുള്ള പ്രതിഫലം, ഒരു ഖീറാത്ത് പ്രതിഫലം ഇതിന് അവർക്ക് നൽകപ്പെടുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ശേഷം ഖുർആനിന്റെ ആളുകളെ വിളിച്ചതായി പറയുന്നു. ശേഷം ഖുർആൻ നൽകപ്പെട്ട ആളുകളോട് പറയുന്നത്, നിങ്ങൾ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം, ആ ഒരു ചുരുങ്ങിയ സമയം നിങ്ങൾ ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അമലുകൾ ചെയ്യൂ. ശേഷം അള്ളാഹു പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ അമലുകൾക്ക് 2 ഖീറാത്ത് പ്രതിഫലം അവർക്ക് നൽകപ്പെടുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം തുടർച്ചയായി കൊണ്ട് പറയുന്നുണ്ട്, നാളെ പരലോകത്തെത്തുമ്പോൾ ഈ നന്മകൾ നൽകപ്പെട്ട തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഖുർആനിന്റെയും ഒക്കെ ആളുകൾ നാളെ പരലോകത്ത് എത്തപ്പെടുമ്പോൾ അവിടെ ആദ്യത്തെ 2 കൂട്ടരും, തൗറാത്തിന്റെ ആളുകളും ഇഞ്ചീലിന്റെ ആളുകളും, അവർ രണ്ടുപേരും ഖുർആനിന്റെ ആളുകളെ മുഖത്തോട് നോക്കിക്കൊണ്ട് അവർ നാളെ പരലോകത്ത് അള്ളാഹുവിനോടൊരു പരാതി പറയും. അള്ളാഹുവെ, ഇവർ വളരെ കുറച്ച് അമലേ ചെയ്തിട്ടുള്ളൂ, ഇവർക്കാകെ കുറച്ച് സമയം നീ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ എന്നിട്ടും അവർക്ക് കൊടുത്ത പ്രതിഫലമോ ഞങ്ങളെക്കാൾ എത്രയോ വലുതാണ്. അതെന്തുകൊണ്ടാണ് റബ്ബേ അങ്ങനെ കൊടുത്തത് എന്ന് അവരോട് അള്ളാഹുവിനോട് ഇവർ ചോദിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരോട് പറയുന്നൊരു മറുപടി ഉണ്ട്. ഹൽ ദുലിംതും മിൻ അജ്രികും ഷൈആ, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് അതിന് നൽകപ്പെടുന്ന കൂലിയിൽ അള്ളാഹു അനീതി കാണിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും അനീതി അള്ളാഹു അതിന്റെ കൂലി കൊടുക്കുന്ന കാര്യത്തിൽ അള്ളാഹു ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ അവർ പറയുന്നത്, ഒരിക്കലുമല്ല റബ്ബേ, നീ ഞങ്ങളോട് ഒരു നിലയ്ക്കും അനീതി കാണിച്ചിട്ടില്ല, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കെല്ലാമുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ കൊടുത്തത് എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നുണ്ട്. ശേഷം അള്ളാഹു പറയുന്നു, ഫദ്ലി ഉതീഹി മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഈ ഫദ്ല്, ഈ അനുഗ്രഹം ഞാൻ കൊടുക്കുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ചുരുക്കമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം, അള്ളാഹുവിന്റെ വലിയൊരു ഫദ്ല് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു തലമുറയ്ക്കാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ തലമുറ എന്നറിയപ്പെടുന്ന അതിനുശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മളടങ്ങുന്ന ഈ ഒരു തലമുറയ്ക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ വലിയ അനുഗ്രഹം അള്ളാഹു ഏറ്റി കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് തൗറാത്തിന്റെ ആളുകൾക്കും ഇഞ്ചീലിന്റെ ആളുകൾക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നും അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. നാം ചിന്തിച്ചു നോക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആയുസ് വളരെ കുറവാണ്, നമുക്ക് ആരോഗ്യവും വളരെ കുറവാണ്. നമ്മുടെ മുൻകഴിഞ്ഞ തലമുറകൾ നോക്കുമ്പോൾ അവർക്ക് 100ഉം 200ഉം 1000ഉം ഒക്കെ വർഷം ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും വർഷം അവർ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ചുരുങ്ങിയ ഏകദേശം 60 വയസ്സാണ് നമ്മുടെ ആയുസിന്റെ ഒരു വ്യാപ്തി പറയാറുള്ളത്. ഈ ചുരുങ്ങിയ സമയം മാത്രം ദൈർഘ്യം നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എത്രയോ എക്സ്പൊണൻഷ്യൽ ആയിക്കൊണ്ട് വലിയ രൂപത്തിലുള്ള നന്മകൾ അള്ളാഹു അതിന് വർദ്ധിപ്പിച്ചു നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ആ ചിത്രശലഭ പ്രതിഭാസം ഇവിടെ വർക്കൗട്ട് ആവുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയും. ചോദിക്കൂ, മനുഷ്യന്റെ ഒരു സൈക്കോളജിയെ പറ്റി പലപ്പോഴും പറയാറുണ്ട്. മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു നന്മ ചെയ്യണമെങ്കിൽ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതിഫലം അതിന് പകരമായി ലഭിക്കണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളൂ. എന്ത് കാര്യമാവട്ടെ, അത് ചെയ്യണമെങ്കിൽ അതിനുശേഷം എന്ത് പകരം ലഭിക്കും എന്ന ചിന്ത അത് ആലോചിച്ചുകൊണ്ട് അതിനുവേണ്ടി അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യുക എന്നതാണ് പലരും പറയാറുള്ളത്. പല പഠനങ്ങളും പറയുന്നത് മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ഗ്രാറ്റിഫിക്കേഷൻ, അവൻ ലഭിക്കുന്ന പ്രതിഫലങ്ങളെ ഓർത്തുകൊണ്ട് അവൻ ലഭിക്കാനിരിക്കുന്ന സംതൃപ്തിയെ ആലോചിച്ചുകൊണ്ടായിരിക്കും അവൻ പല കാര്യങ്ങളും ചെയ്യുക എന്നതാണ്. ഇത് പല രൂപത്തിൽ വിവക്ഷിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ആലോചിക്കൂ, നാം എന്ന ഒരു വ്യക്തി എന്നും രാവിലെ നമ്മളെല്ലാവരും അലാറം വെച്ച് എഴുന്നേൽക്കുന്നവരാണ്. മൊബൈൽ ഫോണിലെ അലാറം രാവിലെ സുബഹി നമസ്കാരത്തിൽ ഒരു അരമണിക്കൂറൊക്കെ മുമ്പ് നേരത്തെ വെക്കുന്ന ആളുകൾ ചിലപ്പോൾ അതൊന്ന് സ്നൂസ് ബട്ടൺ അടിക്കാറുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും അടിക്കാൻ വേണ്ടി ആ സ്നൂസ് ബട്ടൺ അമർത്തുമ്പോൾ പോലും ആ ഒരു 5 മിനിറ്റ് എനിക്ക് നന്നായിട്ട് ഉറങ്ങാമല്ലോ എന്ന ഒരു പ്രതീക്ഷയാണ് നമുക്ക് പലപ്പോഴും അത് അടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ശേഷം ലഭിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ, ഒരു സമാധാനം ഉണ്ടെങ്കിൽ, ഒരു സന്തോഷമുണ്ടെങ്കിൽ ആ സന്തോഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ചെയ്യുന്ന ആളുകളാണ് നാം ഏവരും. യഥാർത്ഥത്തിൽ മനുഷ്യരെന്ന നിലയ്ക്കുള്ള നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് ഒരുപാട് നന്മകൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് അനുയോജ്യമായ രൂപത്തിൽ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ വമ്പിച്ച രൂപത്തിൽ ഇരട്ടി ആയിക്കൊണ്ട് എത്രയോ കണക്കില്ലാത്ത രൂപത്തിൽ നാം നൽകാം പകരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ചിന്തിക്കേണ്ടതും ഇത്തരത്തിൽ ചെറിയ പ്രതിഫലങ്ങൾക്ക് അപ്പുറം നാളെ ശാശ്വതമായി നീണ്ടു നിൽക്കുന്ന എത്രയോ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനിരിക്കുന്ന, നമ്മൾ പോലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആ പ്രതിഫലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് കണ്ണു നട്ടുകൊണ്ടായിരിക്കണം നമ്മേവരും നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടയാക്കേണ്ടത്. ഇതിനുള്ള മാർഗവും യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ ജാഅ ബിൽ ഹസനത്തിൻ ഫലഹു അശറു അംസാലിഹാ. ഒരു വ്യക്തി നാളെ അവന് നന്മയുമായി വന്നു കഴിഞ്ഞാൽ, മൻ ജാഅ ബിൽ ഹസന, അവൻ നന്മകളുമായി അവൻ വന്നു കഴിഞ്ഞാൽ ഫലഹു അശറു അംസാലിഹാ, അതിന്റെ 10 ഇരട്ടി നാളെ പരലോകത്ത് അവന് നൽകപ്പെടുമെന്നാണ്. ഒരു നന്മ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി അവന് നാളെ പരലോകത്ത് നൽകും. എന്നാൽ അതേ വ്യക്തി വൻ ജാഅ ബിസ്സയ്യിഅ, അവനൊരു തിന്മ കൊണ്ടാണ് നാളെ പരലോകത്ത് വരുന്നത് എങ്കിൽ ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅ, ആ തിന്മയ്ക്ക് തത്തുല്യമായത് എന്താണോ അത് മാത്രമാണ് അവന് പകരം നൽകുന്ന ശിക്ഷ എന്നുള്ളതാണ്. നോക്കൂ, നന്മകളെ ഇസ്ലാം ആ രൂപത്തിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ നന്മ നിങ്ങൾ നാളെ പരലോകത്ത് കൊണ്ടുവന്നുവോ അതിന് 10 ഇരട്ടിയാണ് ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലം, അതിൽ നിന്ന് വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. എന്നാൽ തിന്മയാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്, ആ തിന്മ എന്താണോ തിന്മ, അതിന്റെ തോത് എന്താണോ, അതിന്റെ വ്യാപ്തി എത്രയാണോ അതനുസരിച്ചുള്ള ശിക്ഷയായിരിക്കും. അല്ലാതെ അതിങ്ങനെ വർദ്ധിപ്പിച്ച് നൽകുന്ന ഒരു അവസ്ഥ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ചോദിക്കണം, അത്രത്തോളം നീതിയുക്തമായി ഇസ്ലാം ഈ ഒരു വിഷയം നമുക്ക് പറഞ്ഞു തരികയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെയുള്ള പല ആരോപണങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ ഇത്തരം ചില ചിന്തകളെ അത് ആലോചിക്കാതെ സ്വന്തമായ ചില ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ദീനിനെ വികലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് പഠിപ്പിച്ചു തന്ന എത്ര നിസ്സാരമായ നന്മകളാവട്ടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിലൂടെ നാളെ നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമുള്ള വലിയ പ്രതിഫലങ്ങൾ നാളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നതൊരു തുറന്ന പുസ്തകമാണ്. ഇന്നും
പ്രവാചകനെ പോലെ സ്വന്തം ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു മഹാനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ചരിത്രത്തിലുടനീളം റസൂലിന്റെ ഓരോ മൗനം പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മൗനത്തെ പോലും, റസൂലിന്റെ ഓരോ അനക്കങ്ങളെ പോലും, ഒരുപക്ഷെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്ന പ്രസ്താവനകൾ, റസൂൽ വളരെ കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. ആ സംസാരിച്ചതിൽ എത്ര വാക്കുകൾ റസൂൽ പറഞ്ഞു എന്നത് പോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം, അത്രത്തോളം റസൂലിന്റെ ജീവിതത്തെ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ആ റസൂലിന്റെ ജീവിതം, ആ സ്വഹാബിമാർ എങ്ങനെയാണ് റസൂലിനെ പഠിച്ചത്, മനസ്സിലാക്കിയത്, അതുപോലെ ഒപ്പിയെടുക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ റസൂലിന്റെ ജീവിതം നമുക്ക് പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന ആ സ്വഹാബിമാരിലാണ് വലിയ മാതൃകകൾ നമുക്കുള്ളത്. പലപ്പോഴും സ്വഹാബിമാർ എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകളുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത, സ്വഹാബിമാർ എന്ന് വെച്ചാൽ അത് പിന്നെ വളരെ വൃദ്ധരായ, വളരെയധികം പ്രായം ചെന്ന, പള്ളിയുടെ ചില മൂലകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന വലിയ വയോധികന്മാരായ നരച്ച കുറെ ആളുകളായിരിക്കുമല്ലോ എന്ന ചിന്തയാണ് പല ആളുകളുടെയും മനസ്സിൽ വരിക. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സന്തത സഹചാരികളായി ഒന്നിച്ചുണ്ടായിരുന്ന സ്വഹാബിമാർ യഥാർത്ഥത്തിൽ ആലോചിക്കണം, ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 37 വയസ്സായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 34 വയസ്സായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 10 വയസ്സായിരുന്നു. അനുചോക്കണം, ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു യുവാക്കളായിരുന്ന സമയത്ത് തന്നെ അവരെല്ലാം ഇസ്ലാം സ്വീകരിക്കുകയും എപ്പോഴാണോ ഈ സന്ദേശം അറിഞ്ഞത് തന്റെ യൗവനം, ഈ ഒരു യൗവനം കഴിഞ്ഞിട്ട് കുറച്ച് വാർദ്ധക്യമാവട്ടെ എന്നൊരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല. അവരുടെ ജീവിതം അത്രമേൽ ഓരോ സമയവും റസൂൽ എന്താണ് ഒരു നന്മയായി പറയുന്നത് അത്രമേൽ ഒപ്പിയെടുക്കാൻ വേണ്ടി അവർ അതിനുവേണ്ടി എമ്പലം കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ത്വൽഹാ റളിയല്ലാഹു അൻഹു അദ്ദേഹം 14 വയസ്സായിരുന്നു. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 16 വയസ്സായിരുന്നു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 17 വയസ്സായിരുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാർ അവരാരും 40 വയസ്സിന് മുകളിലുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അവരെല്ലാം അതിന് താഴെയുള്ള യുവാക്കളായിരിക്കുന്ന ആ പ്രായത്തിൽ, യഥാർത്ഥത്തിൽ യൗവനത്തിൽ തന്നെ കഴിയുന്ന സമയം അത് എപ്പോഴാണോ ആ സമയത്ത് തന്നെ ദീനിന് വേണ്ടി അതിന്റെ കൽപ്പനകളെ ഏറ്റെടുക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമായിരുന്നില്ല. ഇവിടെ ആമുഖത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന അർളുഹ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള ആ സ്വർഗം, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഖുർആന്റെ കൽപ്പനയാണ്, നിങ്ങൾ അതിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് വരുവിൻ, നിങ്ങൾ ഉത്സാഹിച്ച് അതിലേക്ക് വരുവിൻ. വസാബിഖു എന്ന് പല ആവർത്തി കാണാൻ കഴിയും. നിങ്ങൾ അതിലേക്ക് മത്സരിച്ച് കടന്നു വരുവിൻ. വഫിറു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുവിൻ. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അള്ളാഹുലേക്ക് ധൃതിപ്പെട്ട് വരാൻ കഴിയുമോ, ധൃതിയെ ഇസ്ലാം പലപ്പോഴും പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ സ്വർഗത്തിന് വേണ്ട ധൃതിയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് മുൻകടന്ന് ഉത്സാഹിച്ച് വരണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ചില ചരിത്രങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചില ചരിത്രങ്ങൾ എവിടെയാണോ സ്ഥാനം നൽകുന്നത് അത് ചില മാറ്റങ്ങൾക്ക് കാരണമാവേണ്ടതുണ്ട്. ചില തിരുത്തലുകൾക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വഹാബിമാരുടെയും പ്രവാചകന്റെയും ചരിത്രത്തിലുള്ള മറ്റ് പ്രവാചകന്മാരുടെയും എല്ലാം ജീവിതങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹം ഫിർഔന്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു. ഒരു രാജകുമാരനെ പോലെ വലിയ സമ്പത്തിന്റെ ഉടമയായിക്കൊണ്ട് സമ്പന്നനായി സംതൃപ്തകരമായ ജീവിതം നയിച്ച പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം തന്റെ ഒരു ചെറിയ അബദ്ധം കൊണ്ട്, കൈപ്പിഴ കൊണ്ട് ഒരു വ്യക്തി വധിക്കപ്പെടുകയും ശേഷം അത് ഫിർഔൻ അറിയാതിരിക്കാൻ അദ്ദേഹം പെട്ടെന്ന് തന്നെ നാട് വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൂറത്തുൽ ഖസസിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. ആ ചരിത്രത്തിൽ പറയുന്നത്, അദ്ദേഹം വലിയ സമ്പന്നനായി ജീവിച്ചിരുന്ന ആ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹം പിന്നീട് മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരികുകയാണ്. തന്നെ ആരും പിടിക്കപ്പെടാതിരിക്കാൻ മരുഭൂമിയിലൂടെ യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ തന്റെ കയ്യിൽ ഉടുത്തിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്നില്ല. സമ്പത്തില്ല, സ്ഥാനമാനങ്ങളില്ല, കൂടെ സഹചാരികളില്ല, ആരുമില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച സൂറത്തുൽ ഖസസിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹം മദീൻ എന്ന് പറയുന്ന ആ താഴ്വരയിലേക്ക് എത്തുകയും അവിടെ ഒരു വിചിത്രമായ ഒരു കാഴ്ച അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട്. 2 സ്ത്രീകൾ, ആ 2 സ്ത്രീകൾ പിന്നെ ഒരു ചെറിയൊരു കിണറുണ്ട് അവിടെ. ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച. ഒരുപാട് ആളുകൾ അവിടെ നിന്ന്, കുറെ പുരുഷന്മാരെ ആളുകൾ അവിടെ നിന്ന് വെള്ളം എടുക്കുകയും അവരുടെ കന്നുകാലികൾക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീകൾക്ക് വെള്ളം എടുക്കാൻ കഴിയുന്നില്ല. അവരെത്തുമ്പോഴേക്കും അവിടുത്തെ വെള്ളം മൊത്തം തീർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് കണ്ട്, ഈ പ്രയാസം കണ്ട് മൂസാ നബി അലൈഹി സ്വലാം ആലോചിക്കണം, തന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത
തന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന മൂസ നബി അലൈഹി ഇസ്ലാം അവരെ കാണുകയും ആ പ്രയാസം കണ്ടുകൊണ്ട് അവരോട് ചോദിക്കും, നിങ്ങൾ എന്താ നിങ്ങളുടെ പ്രയാസം എന്ന് ചോദിച്ചറിയുകയും അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുള്ളത്, ഞങ്ങൾക്ക് കുറച്ച് വെള്ളമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, ഞങ്ങൾ വീട്ടിൽ വളരെ വൃദ്ധനായ ഒരു ഉപ്പ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ വെള്ളം എടുക്കാനോട് വരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ സാധിക്കാറില്ല, ഇവിടെയുള്ള പുരുഷന്മാർ എപ്പോഴും വെള്ളം എടുത്തത് തീരുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് എന്ന് അവരുടെ സങ്കടം പറയുകയും മൂസ നബി അലൈഹി ഇസ്ലാം തനിക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത, തന്റെ ബന്ധുക്കളല്ലാത്ത, തന്റെ നാട്ടുകാരല്ലാത്ത ആ രണ്ട് പെൺകുട്ടികളെ സഹായിക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹം ആ പുരുഷന്മാരുടെ ഇടയിൽ പോയി അവിടെ നിന്ന് ആ വെള്ളം എടുക്കുകയും ആ പെൺകുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ശേഷം അവരിൽ നിന്ന് യാതൊരു മറുവാക്കും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുകയും ശേഷം ഒരു തണലിന്റെ ചൂട്ടിൽ, ഒരു മരത്തിന്റെ ചൂട്ടിൽ പോയി അദ്ദേഹം ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം അള്ളാഹു പിന്നെ അവിടെ സൂറത്തുൽ ഖസസിലൂടെ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം വലിയ വ്യാപ്തിയുള്ളതാണ്. മൂസ നബി അലൈഹി ഇസ്ലാം തന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത, തന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത ആ സമയത്ത് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി, അള്ളാഹുവേ, എന്റെ റബ്ബേ, എന്റെ നേരെ ഗുണമായിട്ടുള്ള വലതും എനിക്ക് ഖൈറായിട്ടുള്ള വലതും നീ എനിക്ക് ഇറക്കി തരുന്നതിന് ഞാൻ അത്രമേൽ ആവശ്യക്കാരനാണ് റബ്ബേ. ഞാൻ ഫക്കീറാണ്, എനിക്ക് തീരെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് റബ്ബേ. നീ എന്തെല്ലാം എനിക്ക് തരുന്നുവോ അത് അത്രമേൽ ഞാൻ ആവശ്യക്കാരനാണ് എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചരിത്രം കാണാൻ കഴിയും. ഈ പ്രാർത്ഥനയുടെ ഉത്തരം എന്നോണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം തന്നെ ഒരു പെൺകുട്ടി, നേരത്തെ സഹായിച്ച രണ്ട് പെൺകുട്ടികളെ ഒരു കുട്ടി ഇദ്ദേഹത്തിന്റെ അടുക്കൽ ലജ്ജാകരമായി വന്ന് പറയുന്നുണ്ട്, എന്റെ പിതാവ് താങ്കളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, എന്റെ പിതാവിന്റെ അടുക്കലേക്ക് താങ്കൾ ഒന്ന് വരണം എന്ന് പറയുകയും ഈ പ്രാർത്ഥനയുടെ ഉത്തരം എന്നോണം അദ്ദേഹം നേരെ ആ പെൺകുട്ടിയുടെ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ശേഷം ആ പിതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ആ മൂസ നബി അലൈഹി ഇസ്ലാമിക്ക് ശേഷം ലഭിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. അദ്ദേഹത്തിന് പിന്നീട് ഒരു ഭവനം നൽകുകയും 10 വർഷം അവിടെ ജോലി ചെയ്യാനുള്ള അവസരം നൽകുകയും അദ്ദേഹത്തിന് ഭക്ഷണവും ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന, അങ്ങനെ വലിയ അനുഗ്രഹം നൽകുന്ന ചില സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു, മൂസ നബി അലൈഹി ഇസ്ലാമിക്ക് അദ്ദേഹം ഒറ്റപ്പെട്ട് സഹായത്തിന് ആരുമില്ലാത്ത, പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പോലും ഒരു സഹായം, ഒരു നന്മ ചെയ്യാനുള്ള ആ തോന്നലുള്ളത് കൊണ്ട് തന്നെ, ആ പ്രേരണയുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം എന്നത്, അതിന് മറുത്ത് അല്ലാഹു നൽകിയത് കണക്കില്ലാത്ത കാര്യങ്ങളാണ്. അത്രമേൽ ചെറിയ ചെറിയ നന്മകളെ പോലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെയാണോ നന്മകൾക്ക് ഒരു അവസരമുള്ളത് ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് നല്ലതായി രേഖപ്പെടുത്താൻ, ഒരുപക്ഷെ നമ്മൾ പോലും ചിന്തിക്കുന്നതിനപ്പുറമുള്ള വലിയ നേട്ടങ്ങൾ നേടാൻ രേഖപ്പെടുത്തി വയ്ക്കാൻ വേണ്ടി നമ്മൾ അതിനെ മാറ്റിയെടുക്കണമെന്നാണ് പറയാനുള്ളത്. സഅദ് ഇബ്നു മുആദ്, ചില സ്വഹാബിമാരുടെ ജീവിതം മാത്രം നമ്മൾ ചേർത്ത് വായിച്ചു നോക്കിയാൽ മതി. നമുക്കറിയാം 30ാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 30 വയസ്സ് വരെ അദ്ദേഹം ഇസ്ലാമിലായിരുന്നില്ല. 30 വയസ്സിന് ശേഷം 35, 36ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. വെറും 5 or 6 വർഷം മാത്രം ഇസ്ലാമിൽ മുസ്ലിം ആയിക്കൊണ്ട് ജീവിച്ച ആ സ്വഹാബി, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതകൾ ആ സ്വഹാബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മനസ്സിലാക്കണം, വെറും 5 വർഷം ജീവിച്ച, മുസ്ലിം ആയിക്കൊണ്ട് ജീവിച്ചൊരു വ്യക്തി അദ്ദേഹം മരണപ്പെടുമ്പോൾ ലോകത്ത് മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആകാശത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു എന്ന് പറയുന്ന അത്രമേൽ ശ്രേഷ്ഠകരമായ, വെറും 5 വർഷം കൊണ്ട് എന്തായിരിക്കും ആ വ്യക്തി ചെയ്തിട്ടുണ്ടാവുക ഇസ്ലാമിന് വേണ്ടി? ആ ചരിത്രത്തെ നമ്മളൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ വലിയ ചില ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാസയെ അനുഗമിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. 70,000 മലക്കുകൾ, വെറും 5 വർഷം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബിക്ക് വേണ്ടി 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ, ജനാസയിൽ പങ്കെടുക്കുകയും അതിനെ അനുഗമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആകാശ കവാടങ്ങൾ കൊട്ടി തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് അദ്ദേഹം ചെയ്തു വെച്ച ആ ഒരു ചരിത്രം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണ ചരിത്രത്തിൽ തന്നെ വലിയ മാതൃകകൾ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ സന്ദേശങ്ങൾ മദീനയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുകയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാടധികം ആളുകൾ, ദീനില്ലാത്ത, ഇസ്ലാം അവിടെ തൊട്ട് തീണ്ടപ്പെടാത്ത ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും അവിടെ വെച്ച് ഒരുപാട് ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ മുസ്അബ് റളിയല്ലാഹു അൻഹു അവിടെ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ കുത്തി മലർത്താനുള്ള ദേഷ്യത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരുങ്ങി പുറപ്പെടുകയാണ്. നിങ്ങളുടെ ഈ കാര്യം നടത്തരുത് എന്ന് പല ആവർത്തിച്ച് പറയുകയും വളരെയധികം ശകാരിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ ദേഷ്യപ്രകടനം കണ്ടപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളെ താങ്കളൊന്ന് ചെറുതായി കേൾക്കാൻ തയ്യാറാവണം, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കളൊന്ന് കേൾക്കാൻ കൂട്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കേൾക്കുകയാണ്. ശേഷം അദ്ദേഹം പിന്നെ ആ കാര്യങ്ങൾ കൃത്യമായി, ഇസ്ലാമിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും മുസ്അബ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ആ തൽക്ഷണം തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ താൻ മനസ്സിലാക്കിയ ആ ദീൻ അത് അവിടെ അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം അദ്ദേഹം
വളരെ പെട്ടെന്ന് തന്നെ തന്റെ ഗോത്രത്തിലേക്ക് പോവുകയാണ്. തന്റെ ഗോത്രത്തിൽ ഒരു വ്യക്തിയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഈ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ തന്റെ ഗോത്രമായ ബനു അശ്ഹൽ ഗോത്രത്തിലേക്ക് അദ്ദേഹം ഒരുങ്ങി ഇറങ്ങുകയാണ്. അവിടെ പോയിട്ട് ആ ഗോത്രക്കാരോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കൈഫ തഅലമൂന അംരീ ഫീക്കും, നിങ്ങൾ എന്നെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വ്യക്തിയായ സഅദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഖാലൂ സയ്യിദനാ ഫദ്ല, താങ്കൾ ഞങ്ങളുടെ നേതാവാണ്, താങ്കൾ വലിയ അനുഗ്രഹീതനാണ്, ഞങ്ങൾക്ക് വലിയ വിശ്വാസമാണ് അദ്ദേഹം പറയുന്നുണ്ട്. ശേഷം സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായ ദീനിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തോട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്ലാമാണ് യഥാർത്ഥ ശരിയെന്നും തൗഹീദും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അദ്ദേഹത്തിന്റെ സഹചാരികളോട് തന്റെ ഗോത്രക്കാരോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ നിങ്ങളോട് ഞാൻ മിണ്ടുകയില്ല, നിങ്ങളോട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറയുകയും അവർക്ക് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ഓരോരുത്തരായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ച കണ്ടു. ബദർ യുദ്ധത്തിന്റെ സമയത്ത് നമുക്കറിയാം, ബദർ യുദ്ധം എന്നത് ഇസ്ലാമിക് ചരിത്രത്തിൽ വലിയ രൂപത്തിലുള്ള വലിയ കോലിളക്കം സൃഷ്ടിച്ച ഒരു യുദ്ധമായിരുന്നു. ഒന്നാമത്തെ യുദ്ധം. ഇസ്ലാമിക സമൂഹം വളരെ ന്യൂനപക്ഷം മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം. ശത്രുപക്ഷത്തുള്ള സൈന്യങ്ങളാവട്ടെ, സന്നാഹങ്ങളാവട്ടെ, ആനകളാവട്ടെ, കുതിരകളാവട്ടെ, അവരുടെ എല്ലാ നിലയ്ക്കുമുള്ള കോപ്പുകൂട്ടലുകളും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലുതായിരുന്നു, ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആ ബദർ യുദ്ധത്തിന്റെ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം വലിയ പ്രയാസങ്ങൾ നേരിട്ടൊരു സമയം ഉണ്ടായിരുന്നില്ല. അത്ര പ്രയാസം അനുഭവിച്ച ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കൊരു ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി അവിടെ റസൂൽ സ്വഹാബിമാരെ എല്ലാം വിളിച്ചു കൂടുന്നുണ്ട്. ജനങ്ങളെ ഒന്ന് കൂടി ആലോചിക്കാൻ വരൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും മുമ്പിലേക്ക് വരുന്നത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഏറ്റവും മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആമന്നാ ബിക, റസൂലേ ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചവരാണ്, വസ്വദ്ദഖ്നാക, ഞങ്ങൾ താങ്കളെ സത്യപ്പെടുത്തിയവരാണ്, വശഹിദ്ന, ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്, അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, താങ്കൾ ഞങ്ങൾക്ക് അവതരിപ്പിച്ചത് എന്താണോ അത് സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ആളുകൾ കൂടിയാണ് ഞങ്ങൾ സത്യപ്പെടുത്തിയിരിക്കുന്നു, സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇനി താങ്കൾ പറഞ്ഞാട്ടെ, എന്താണ് ഞങ്ങൾ ഈ യുദ്ധത്തിന്റെ സമയത്ത് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് വളരെ ഓപ്പണായി റസൂലിനോട് പറഞ്ഞ് റസൂലിന് വലിയ ധൈര്യം സമ്മാനിച്ച വ്യക്തിയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ശേഷം പറയുന്നുണ്ട്, താങ്കൾ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു കടൽ കാണിച്ചു തന്നുകൊണ്ട് ഈ കടലിലേക്ക് നിങ്ങൾ എടുത്തു ചാടണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല റസൂലേ. താങ്കൾ ഒരു മല ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ഈ മലയുടെ മുകളിലേക്ക് നിങ്ങൾ കയറാമെന്ന് പറയുകയാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല റസൂലേ. താങ്കൾ എന്താണോ കൽപ്പിക്കുന്നത് അത് അനുസരിച്ച് തന്നെ പൂർണ്ണമായും പാലിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇനി നാളെ ഈ യുദ്ധം കഴിയുമ്പോൾ ഞങ്ങളുടെ കഴുത്തിൽ അമ്പ് തറച്ചിട്ടല്ലാതെ താങ്കളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല റസൂലേ എന്ന് പറഞ്ഞ് റസൂലിന് ധൈര്യം കൊടുത്ത, എപ്പോഴാണോ ദീനിന് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഏറ്റവും മുമ്പിൽ വന്നുകൊണ്ട് ദീനിന് ധൈര്യമായിക്കൊണ്ട് സ്ഥൈര്യമായിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന സ്വഹാബിയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് ഖന്തഖ് യുദ്ധം നടക്കുന്ന സമയം, ഖന്തഖ് യുദ്ധത്തിൽ അദ്ദേഹം എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. ബദറിലും ഉഹദിലും ഖന്തഖിലും ഒക്കെ പങ്കെടുത്തിരുന്നു. ഖന്തഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു മുറിവ് പറ്റുകയാണ്. ആ മുറിവ് അന്ന് ചെറുതായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് തുടയിലേറ്റ ആ മുറിവ് അത് പിന്നീട് അത് കൂടിക്കൂടി വരികയാണ്. ആ മുറിവ് ഒരു വലിയ വ്രണമായി മാറി. ആ വ്രണത്തിലൂടെ ഒരുപാട് ചോര ഒലിച്ചു പോയി. അദ്ദേഹത്തെ ആ ചോര ഒലിക്കുന്നത് കൊണ്ട് തന്നെ മദീന പള്ളിയോട് ചേർന്നുകൊണ്ട് ഒരു ടെന്റ് ഉണ്ടാക്കി അതിൽ കിടത്തുകയാണ്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ പള്ളിയിലേക്ക് എപ്പോഴൊക്കെ പോകുന്നുവോ അപ്പോഴൊക്കെ സഅദിനെ കാണാം എന്നുള്ളത് കൊണ്ടുകൂടിയായിരുന്നു അവിടെ മദീന പള്ളിയോട് ചേർന്ന് അദ്ദേഹത്തിന് ഒരു ടെന്റ് ഉണ്ടാക്കിയത്. ആ സ്വഹാബി അവിടെ ആ മദീനയുടെ പള്ളിയോട് ചേർന്നുള്ള ആ ടെന്റിൽ തന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തം വാർന്ന് അങ്ങനെ മരണപ്പെടുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കരയുന്ന സന്ദർഭങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നുണ്ട്, ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ഇബ്നു മുആദ്. ഒരു സ്വഹാബിമാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ഇഹ്തസ്സ, അള്ളാഹുവിന്റെ അർശ് അത് പ്രകമ്പനം കൊണ്ടു അത് കുലുങ്ങിയിരിക്കുന്നു. അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് എന്ന ഈ ഒരു സ്വഹാബി വെറും 5 വർഷം മാത്രം ദീനായിക്കൊണ്ട് മുസ്ലിം ആയിക്കൊണ്ട് ജീവിച്ച ഈ സ്വഹാബി അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അർശ് ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞതുകൊണ്ട് അത് പ്രകമ്പനം കൊണ്ടു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അർശിന്റെ വ്യാപ്തി എത്രത്തോളാണ്. അള്ളാഹുവിന്റെ കുർസിയെ പറ്റി പറയുന്നുണ്ട്, ആകാശ ഭൂമികളിലുള്ള സംഗതികൾ മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കുർസിയോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ എങ്ങനെയാണോ അതാണ് അള്ളാഹുവിന്റെ കുർസി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കുർസി അത്രത്തോളം വിശാലമാണെന്ന് പറയുന്നുണ്ട്. ആ അള്ളാഹുവിന്റെ കുർസി നിങ്ങൾ അള്ളാഹുവിന്റെ അർശുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിൽ ഒരു മോതിരം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അത്ര ചെറുതായിരിക്കും അള്ളാഹുവിന്റെ കുർസി. അത്രത്തോളം പ്രവിശാലമാണ് അള്ളാഹുവിന്റെ അർശ് എന്നുള്ളതാണ്. അത്ര പ്രവിശാലമായ അള്ളാഹുവിന്റെ അർശ് അത് പ്രകമ്പനം കൊണ്ടുവെങ്കിൽ ഇഹ്തസ്സ,
അത് നിന്ന് കുലുങ്ങിയെങ്കിൽ ആ കുലുക്കമുണ്ടാക്കിയത് സഅദ് ബിൻ മുആദ് എന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനമായ മരണത്തിന്റെ സമയമായിരുന്നു. യഥാർത്ഥത്തിൽ ചെറിയ കാലം കൊണ്ട് തന്നെ ദീനിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന പൂർണ്ണമായ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് റസൂലിന്റെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ പിന്നെ മറുത്തൊന്നും ചിന്തിക്കാൻ അദ്ദേഹത്തിന് ഇല്ല. ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഹദീസിനെ വീണ്ടും തന്റെ യുക്തിക്ക് നിരക്കുന്നതാണോ, തന്റെ ബുദ്ധിക്ക് യോജിച്ചതാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ കഴിയും. എത്രത്തോളം അപകടകരമാണ്. സ്വഹാബിമാർ നമുക്ക് മാതൃകയുള്ളത് റസൂൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അതിന് യാതൊരു അപ്പീലും ഇല്ല. പിന്നെ ശാസ്ത്രീയമായത് ശരിയാണോ അല്ലയോ എന്ന് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂൽ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്ന ചിന്തയായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. ആ രൂപത്തിൽ റസൂലിന്റെ കൽപ്പനകളെ നോക്കിക്കാണുവാനും അത് ശിരസ വഹിക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് വലിയ മാതൃകകളുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചെറിയ 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 നന്മകളെ അത് വലുതായി കാണുവാൻ, നമുക്ക് നാളെ കണക്കില്ലാത്ത പ്രതിഫലം രേഖപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെ ജീവിതത്തിൽ ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്നും രാവിലെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. സുബഹി നമസ്കാരത്തിന് ശേഷം അദ്കാർ സ്വബാഹിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ സംതൃപ്തനായിരിക്കുന്നു. ബില്ലാഹി റബ്ബൻ, അള്ളാഹു എന്റെ റബ്ബാണ് എന്ന കാര്യത്തിൽ, അള്ളാഹു എന്റെ രക്ഷിതാവാണ് എന്ന കാര്യത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ. ദീൻ, ഈ ദീനാണ് എന്റെ മുന്നിലുള്ള, ഇസ്ലാമാണ് ദീൻ എന്ന കാര്യത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. എന്റെ റസൂൽ അള്ളാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എന്റെ റസൂലായിക്കൊണ്ടും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ദീനിലും ഈ റസൂലിലും ഈ റബ്ബിലും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ എന്താ സഹോദരങ്ങൾ വേറെ പ്രയാസം ഉണ്ടാവുക? നമ്മുടെ ജീവിതത്തിലെ ഏത് നന്മകളാവട്ടെ ഇതെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക്, റസൂൽ പറഞ്ഞ കാര്യങ്ങൾ ആ തൃപ്തിയോടുകൂടി ഏറ്റെടുക്കുവാൻ, ദീനിലൊരു കൽപ്പന ഉണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിന് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഒന്നായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് തൃപ്തികരമായി സന്തോഷകരമായി ഇതിനെ ഏറ്റെടുക്കുവാനും നിസ്സാരമായി തോന്നുന്ന ഓരോ നന്മകളെയും വലിയ രൂപത്തിലുള്ള പ്രതിഫലം അത് ലഭിക്കുമെന്ന ഒരു പിന്നെ ചിന്തയോടുകൂടി അത് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെ അതെല്ലാം ഏറ്റവും പൂർണ്ണമായി തന്നെ പാലിക്കുവാനും നാളെ ലഭിക്കാനിരിക്കുന്ന കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ ആലോചിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് പറഞ്ഞു വെച്ചത്. അള്ളാഹു അത്തരത്തിലുള്ള ജീവിതം ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മുമ്പുള്ള സമുദായത്തിലെ ഒരു വ്യക്തി, അദ്ദേഹത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ മുൻപ് കഴിഞ്ഞ സമുദായത്തിലെ ഒരു വ്യക്തി, ആ വ്യക്തി അദ്ദേഹം ചിന്തിച്ചിരുന്നത്, എനിക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കണം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എനിക്ക് സഹായം ലഭിക്കേണ്ടത് മറ്റൊന്നിലുമല്ല അള്ളാഹുവിൽ മാത്രമാണ് അഭയം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തി ആലോചിച്ചത്, എനിക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുകയും അദ്ദേഹം അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരെ എല്ലാം സഹായിക്കാൻ, തൻ്റെ കൂടെയുള്ള ഒരുപാട് മനുഷ്യരെ സഹായിക്കണമെന്ന് മനസ്സിൽ നിയത്ത് വെക്കുകയും ചെയ്തു. ഇതിന് അദ്ദേഹം ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കുകയാണ്. തൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു. ആ സമ്പത്തെല്ലാം അള്ളാഹുവിന്റെ അടിമകളായ ഒരുപാട് മനുഷ്യർക്ക് വീതിച്ചു നൽകണമെന്ന് അദ്ദേഹം ആലോചിച്ചു. പക്ഷെ ഒരിക്കലും താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതൊരിക്കലും താനാണ് കൊടുത്തത് എന്ന് ഒരിക്കലും അവരാരും അറിയരുത്, ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ശേഷം അദ്ദേഹം തൻ്റെ സമ്പത്ത് ഒരു ദിവസം രാത്രി ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹം തൻ്റെ പട്ടണത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ഒരുപാട് ആളുകൾക്ക് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം രാത്രി ആരും കാണാതെ, തൻ്റെ ഭാര്യ പോലും അറിയാതെ സമ്പത്തിലെ ഒരു കിഴി എടുത്തുകൊണ്ട്, ആ കിഴി സമ്പത്ത് എടുത്തുകൊണ്ട് അദ്ദേഹം നേരെ പട്ടണത്തിലേക്ക് എത്തുകയാണ്. ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹം ആദ്യം കണ്ട ആ വ്യക്തിക്ക് അദ്ദേഹം ആ ഒരു കിഴി സമ്പത്ത് കൊടുത്തു. ശേഷം അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മറുപടി കേൾക്കാൻ പോലും കാത്തു നിൽക്കാതെ അദ്ദേഹം തിരിച്ചു വരികയാണ്. ശേഷം തന്നെ വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ അദ്ദേഹം സ്വസ്ഥമായി ആശ്വാസമായി കിടന്നുറങ്ങുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പട്ടണത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ വലിയൊരു ചർച്ച നടക്കുകയാണ്. ഒരുപാട് ആളുകൾ വളരെ തമാശയോടുകൂടി വളരെ നിസ്സാരമായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എന്തൊരു വലിയ വിഷയം അവിടെ ഉണ്ടായിട്ടെന്ന് മനസ്സിലായി. അദ്ദേഹം അവരോട് ചോദിച്ചു, എന്താ അത്ര വലിയ വിഷയം തമാശയാക്കാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെയുള്ള ആളുകൾ പറഞ്ഞത്, ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ഒരു വ്യക്തി രാത്രി ആരും കാണാതെ കുറച്ച് പൈസ എടുത്തുകൊണ്ട് ഇവിടെയുള്ള ഏറ്റവും വലിയ കള്ളന്റെ കയ്യിൽ കൊണ്ടേ കൊടുത്തു. അങ്ങനെ ആ കള്ളൻ ആ പൈസ കൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞ ആളുകൾ ചിരിക്കുകയാണ്.
ആലോചിക്കണം, ഒരു കള്ളൻ കക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതാ പൈസ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആ ഒരു അവസ്ഥ, ഇത് കണ്ട ആളുകൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഈ വ്യക്തി അദ്ദേഹം ചിന്തിച്ചു, ഞാൻ കൊടുത്ത കാര്യം അത് നല്ലൊരു ഉദ്ദേശത്തിലായിരുന്നു റബ്ബേ, പക്ഷേ അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ചെയ്ത കർമ്മം ഒന്നുകൂടി ഇഖ്ലാസോട് കൂടി ആക്കാൻ അതെനിക്ക് കാരണമാവേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് വീണ്ടും പ്ലാൻ ചെയ്യാണ്. അന്ന് രാത്രി അദ്ദേഹം വീണ്ടും ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹം വീണ്ടും പുറത്തിറങ്ങുകയാണ്. ശേഷം അദ്ദേഹം അവിടെ പട്ടണത്തിലെ വേറൊരു പ്രദേശത്തേക്ക് പോയി. അവിടെ അദ്ദേഹം ആദ്യം കണ്ടത് ഒരു യുവതിയായിരുന്നു, ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീക്ക് അദ്ദേഹം വേഗം ഈ ഒരു കിഴി പണം എടുത്തു കൊടുത്തു. ശേഷം അദ്ദേഹം അവർ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരികയാണ്. പിറ്റേ ദിവസവും രാവിലെ എഴുന്നേറ്റപ്പോൾ അവിടെ പട്ടണത്തിലുള്ള ആളുകളൊക്കെ പലതും പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന അവസ്ഥ കിട്ടും. അപ്പൊ അവരോട് ചോദിച്ചു, എന്താണ് ഇന്നിപ്പോ നിങ്ങൾക്ക് ചിരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ വേറെ ആൾ വന്നിട്ട് ഒരു വ്യഭിചാരിയായ വേശ്യയായ ഒരു സ്ത്രീക്കാണ്, ഇവിടെ നമ്മുടെ ഏറ്റവും പ്രശസ്തയായ ഒരു വേശ്യ ഉണ്ടല്ലോ, ആ വേശ്യക്കാണ് കൊണ്ട് ഈ പൈസ കൊടുത്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതും പറഞ്ഞ ആളുകൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് വീണ്ടും വലിയ സങ്കടമായി. താൻ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നില്ലയോ എന്ന ചിന്തയെ അദ്ദേഹത്തിന് വലിയ വേവലാതിയായി. അദ്ദേഹം അന്നും പോയി കടന്നു. അദ്ദേഹം രാത്രി അദ്ദേഹം തീരുമാനിച്ചു, ഇന്നും ആർക്കെങ്കിലും കൊടുക്കണം, ഇന്നെങ്കിലും ഇതൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് പട്ടണത്തിന്റെ വേറൊരു പ്രദേശത്തേക്ക് ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹം പോവുകയാണ്. തന്റെ കയ്യിലുള്ള ഒരു കിഴി പണം എടുത്തുകൊണ്ട് അദ്ദേഹം ആദ്യം കണ്ട ഒരു മനുഷ്യന് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ശേഷം അദ്ദേഹം തിരിച്ചു പോന്നു. വീണ്ടും പിറ്റേ ദിവസം രാവിലെ പട്ടണത്തിലേക്ക് പോയപ്പോൾ തമാശയാണ് അവിടെ. അന്ന് ആളുകൾ പറഞ്ഞത്, ഇന്നലെ ഒരു വ്യക്തി ഇതേപോലെ പണം കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പണം കൊടുത്തത് ഈ നാട്ടിലെ ഏറ്റവും ധനികനായ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് അദ്ദേഹം പൈസ കൊടുത്തത്. ആ ഇത്രയും പൈസയുടെ വ്യക്തിക്ക് ഒരു കിഴി പണം കൊടുത്തിട്ട് എന്തായിരിക്കും കാര്യം എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ചരിത്രം പറയുമ്പോൾ സ്വഹാബ വരുത്തി കേൾക്കുന്ന സ്വഹാബിമാരും അവിടെ പൊട്ടിച്ചിരിക്കുകയാണ്. ശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ചിരിക്കാൻ മാത്രം എന്താണുള്ളത്, ഈ ചരിത്രത്തിന്റെ ബാക്കി കൂടി നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം ഒന്നാമതായി പണം കൊടുത്ത വ്യക്തി അദ്ദേഹം ഒരു കള്ളനായിരുന്നു. ആ കള്ളന് ഈ പണം കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഞാൻ ഇനി കക്കാൻ ഇറങ്ങേണ്ടതില്ല, എനിക്ക് ഈ പണം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ മോഷണം എന്ന കല ഒഴിവാക്കുകയാണ്. രണ്ടാമതായി ഇദ്ദേഹം പണം കൊടുത്ത ആ വ്യഭിചാരിയായ സ്ത്രീ ഈ പണം ലഭിച്ചതുകൊണ്ട് തന്നെ അവർ തന്റെ വ്യഭിചാരം എന്ന തന്റെ ശീലം ഒഴിവാക്കുകയും നല്ല രീതിയിൽ സദൃഢയായ ഒരു സ്ത്രീയായിട്ട് മാറുകയും ചെയ്യുകയാണ്. മൂന്നാമത് ഇതേ പണം കൊടുത്ത ധനികനായ വ്യക്തി, ആ വ്യക്തിക്ക് പണം കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പണം കിട്ടിയതിനു ശേഷം അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാനൊരു ധനികനായ വ്യക്തിയായിട്ട് പോലും എനിക്ക് എന്റെ സമ്പത്തിൽ നിന്നും ചില കാര്യങ്ങൾ കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് എന്നിട്ട് പോലും ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം എനിക്ക് ഇത് തന്നിട്ടുണ്ടാവുക, അദ്ദേഹത്തിന് പോലും എനിക്ക് ഇങ്ങനെ ഒരു പൈസ തരാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പണം എന്തുകൊണ്ട് ഇങ്ങനെ ചെലവഴിച്ചുകൂടാ? അങ്ങനെ ചിന്തിക്കുകയും അദ്ദേഹം നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായി വലിയ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ്. ഇദ്ദേഹം ഈ വ്യക്തി വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി നിഷ്കളങ്കമായി ചെയ്ത ഒരു പ്രവൃത്തി അത് പിന്നീട് അദ്ദേഹത്തിന് വലിയ വലിയ നന്മകൾ നേടാൻ കാരണമായി എന്നാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വലിയ പ്രതിഫലം ഒരുപക്ഷെ നാളെ അള്ളാഹു നമുക്ക് നൽകാം. അള്ളാഹു പറഞ്ഞ ഇതിപ്പോ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കുക എങ്കിൽ അള്ളാഹു നിങ്ങൾ സഹായിക്കും എന്നൊരു ഹദീസ് മാത്രമേ ഉള്ളൂ. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കുകയാണെങ്കിൽ, ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, എവിടെയെല്ലാമാണോ ചെറിയ 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 സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എത്ര വലിയ സുന്നത്തുകളാണ് നമുക്കുള്ളത്, എത്ര അദ്കാറുകളാണുള്ളത്. ചെറിയ ഒരു നാവിന് വളരെ കനമില്ലാത്ത എന്നാൽ നമുക്ക് പറയാൻ വളരെ എളുപ്പമുള്ള ചില വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിഫലങ്ങൾ 1000-ഉം 10,000-ഉം ഒക്കെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ചില വാക്കുകൾ പോലുമുണ്ട്, ദിക്റുകൾ പോലുമുണ്ട്. അത്തരം പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ചുരുങ്ങിയ സമയം, ചുരുങ്ങിയ ഒരു കാലയളവിനെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എവിടെയാണോ നാളെ നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുവാൻ എന്തെല്ലാം കർമ്മങ്ങളാണോ കാരണമാവുന്നത് അത് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഉണ്ടാവും എന്ന് ചിന്തിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിൽ എവിടെയെല്ലാമാണോ സൽക്കർമ്മങ്ങളുള്ളത് അവിടെ നമ്മൾ ഉണ്ടാവുമെന്നും ആ സൽക്കർമ്മം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നും അതൊരിക്കലും നിസ്സാരമായി ഞാൻ കാണുകയില്ല എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അത്തരത്തിലുള്ള എല്ലാ കൽപ്പനകളെയും ജീവിതത്തിൽ ശിരസ വഹിക്കുവാനും അത് സത്യസന്ധമായി ഏറ്റെടുക്കുവാനും ഇഖ്ലാസോടുകൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. നമ്മുടെ ഒരു പ്രവർത്തകനായ ഒരു വ്യക്തി പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ 85 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന്റെ ഉമ്മ തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മക്ക് എത്രയും പെട്ടെന്ന് ശിഫ ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഉമ്മക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അഥവാ അവർക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മാരകമായ ഒരുപാടധികം അസുഖങ്ങൾ അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ സന്താനങ്ങളിലും കുടുംബത്തിലും എല്ലാം അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സ്വാതന്ത്ര്യവും പ്രയാസത്തിൽ നിന്ന് മോചനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗവും കഷ്ടപ്പാടുകളും സാമ്പത്തികമായ പ്രയാസങ്ങളും ജോലിയില്ലാത്ത പ്രയാസങ്ങളും കുടുംബത്തിൽ വലിയ അസ്വാരസ്യങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ഏറ്റവും വലിയ പ്രതിഫലം നൽകിക്കൊണ്ട് അതെല്ലാം മാറ്റിക്കൊണ്ട് നാളെ പരലോകത്തേക്ക് വലിയ പ്രതിഫലമാക്കി അതിനൊക്കെ മാറ്റി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.